അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ചപ്രിക്കുട്ടൻ ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. ഏകദേശം ഒരു 7:21 കൂടിയാണ് നമ്മുടെ ചപ്രിമോൻ ജാസ്മോളെ കാണാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറുന്നത്. ചപ്രിമോൻ കയറിയപ്പോൾ എല്ലാവരും മുട്ടൻ ഉറക്കമായിരുന്നു. ചപ്രിമോൻ ആദ്യം ചെന്ന് നമ്മുടെ രതീഷ് അണ്ണനെ പൊക്കി. രതീഷ് അണ്ണൻ്റെ അടുത്ത് പറഞ്ഞ് ജാസ്മിനെ ഒന്ന് വിളിച്ചോണ്ട് വരുമോ, ഞാൻ അടുക്കള ഭാഗത്ത് നിൽക്കാം. അങ്ങനെ രതീഷ് അണ്ണൻ പോയിട്ട് ജാസ്മിനെ എനിക്ക് സൗണ്ട് പോയി ചൂടുവെള്ളം വേണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ജാസ്മിനെയും കൊണ്ട് അടുക്കളയിലോട്ട് വരികയാണ് ഗൈസ്. ബാക്കി നമുക്ക് കാണാം. ബിഗ് ബോസിന്റെ കളി നോക്കണേ. ജാസ്മിൻ അങ്ങോട്ട് ഗബ്രിയെ കാണുന്ന മൊമെന്റിലാണ് ലൈറ്റ് തെളിയുന്നത്. ജാസ്മിൻ ഇങ്ങനെ കണ്ണുതിരി ഇങ്ങനെ ഒന്ന് നോക്കുക. അയ്യോ ഗബ്രി, ഒരൊറ്റ ഓട്ടം തിരിഞ്ഞ്. ജാസ്മിന് കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു ഗൈസ്. നിങ്ങളിത് കാണുക, അവരെങ്ങനെ ഒന്നിക്കുകയാണ് ഗൈസ്. എൻ്റെ പോലെ നമ്മുടെ ഇണക്കുരുവികൾ ഒന്നിച്ചിരിക്കുകയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇവരുടെ ആ ഒരു സ്നേഹം അതൊക്കെ ഒന്ന് കാണും. സത്യം പറയാലോ, ഇവരുടെ സ്നേഹം കാണുമ്പോൾ നമ്മൾ ഇത്രയും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവറ്റങ്ങളെ എടുത്താൽ കിണറ്റിടണം തോന്നുന്നല്ല. ഇവളെത്ര കിട്ടിയാലും പഠിക്കത്തില്ലയോ, എനിക്കിത് മനസ്സിലാവാത്ത. ഈശ്വര, നമ്മുടെ ജാഫർ ഖാൻ്റെ ബ്ലോക്കിൻ്റെ എണ്ണം കൂടി കാണുമല്ലോ. ഇപ്പം രാവിലെ പുള്ളി കുത്തിയിരിക്കുമായിരിക്കും. ലവൻ കയറി വരുന്നു, കവളപ്പങ്ങ് കയറി വരുന്നു, ലവളപ്പങ്ങ് പോയി കെട്ടിപ്പിടിച്ച് എൻ്റെ പാ മിക്കവാറും അങ്ങേരി ഇപ്പോൾ ആശുപത്രിയിലേക്ക് കാണും. എങ്ങനെയും മോളെ ഒന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാറി കയറി ഒന്ന് കുളവാക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്നി, അങ്ങനെ അതായിരുന്നു ആദ്യത്തെ കെട്ടിപ്പിടുത്തം. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ പാട്ടിടുന്നത്. ഗബ്രി വന്ന് എല്ലാവരെയും വിളിച്ചുണർത്തുന്നത്. ഉണർത്തി കഴിഞ്ഞാണ് മറ്റേ പാട്ടിടുന്നത്. ജാസ്മിൻ ഒന്ന് ഡാൻസ് കളിക്കാൻ പോയി. ഭയങ്കര ഒരു നാണം ഇങ്ങനെ. എന്താ ഇല്ല പുതിയാപ്പിളയൊക്കെ കാണുമ്പോൾ ഒരു പെണ്ണിൻ്റെ മുഖത്തൊരു നാണം വരുമല്ലോ, അതുപോലത്തെ ഒരു നാണമാണ് നമ്മുടെ ജാസുവോടെ മുഖത്ത്. ഇന്ന് ഡാൻസ് കളിച്ചില്ല. പുതിയാപ്പിള എവിടെക്കണം തുള്ളുവാണ്, നമ്മുടെ മാപ്പിള എവിടെക്കണം തുള്ളുവാണ്. അന്നേരം കൊച്ചി ഇങ്ങനെ മാറി ഇങ്ങനെ മാപ്പിളയുടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. മൊത്തത്തിലൊരു നാണം അങ്ങ്. എന്താണോ അങ്ങനെ പുതിയാപ്പിള വന്ന് പുതിയാപ്പിളക്കിന് ചായ ഇട്ട് കൊടുക്കാൻ ചടങ്ങാണ് ഗൈസ്. നമ്മളൊക്കെ സാറിന് സ്പൂണിലാണ് പഞ്ചസാര അളന്നിടുന്നത്. ജാസ്മോക്ക് സ്പൂണൊന്നും വേണ്ട, കൈ കണക്ക് ഇങ്ങനെ. ഇവളെന്താടി ഷുഗർ ബേയാ? കൊച്ചൊന്ന് ചിരിച്ചു കണ്ട് കൊച്ചിനെ ഒന്ന് കുറുന്താളിക്കാൻ ആളായി. അന്ന് ആ മുഖത്ത് ഭാവമാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചാ? എന്തൊരു സന്തോഷവതയാണ് നമ്മുടെ ജാസ്മോളിന്ന്. 50-52 ദിവസത്തിന് ശേഷം ആദ്യമായിട്ടാണ് ജാസ്മോളുടെ മുഖത്ത് ഇത്രയും ഒരു പ്രസന്നത കാണുന്നത്. സാധാരണ കുളിച്ചിട്ട് വന്നാൽ പോലും ഇത്രയും ഒരു പ്രസന്നത നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇന്ന് കുളിക്കുകയും പല്ലിയൊക്കെ ഒന്നുമില്ല, ഡയറക്റ്റ് കിച്ചണിൽ കയറിയത് ചെറുക്കനെ ചായ ഇടാൻ വേണ്ടിയിട്ട്. ആ ഇത് കാണണം, നിങ്ങൾ മനസ്സിലാക്കണേ. എൻ്റെ പൊന്ന് ജാഫർ ഖാൻ, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കെട്ടിച്ച് വീട് പിള്ളേരുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. മതം ഏതായാലും മനുഷ്യൻ നന്നായി മതിയെന്നില്ലയോ? എന്തിനാ മതത്തിൻ്റെ പുറയിലേക്ക് നടക്കുന്നത്? കെട്ടിച്ച് വിടുക്ക, ജീവിക്കട്ടെ പിള്ളേര്, പിന്നല്ലാതെ എന്തോ പറയാനാ. പക്ഷേ ഈ ചായ ഇടുന്നതിനിടെ തുമ്മുന്നൊക്കെ ഉണ്ട് കേട്ടോ. തുമ്മുമ്പോൾ കൊച്ചു കൈ വെച്ച് ഇങ്ങനെ തപ്പി പിടിക്കുന്നുണ്ട്. ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ ഇങ്ങനെ അങ്ങ് തുമ്മിക്കളയല്ല, കൈ കൊണ്ട് തപ്പി പിടിക്കുന്നുണ്ട്. പക്ഷേ ആ കൈ കൊണ്ടാണ് നേരത്തെ പഞ്ചസാര പാത്രത്തിലിട്ട് ഇതിനകത്ത് ഇട്ടത്. മനസ്സിലായി? പിന്നെ ഗബ്രിക്ക് കൊടുക്കാനുള്ള ചായ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ആ പഞ്ചസാര എല്ലാവരും യൂസ് ചെയ്യുന്നതാണെന്ന് മാത്രം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ആ ചായ എന്തായാലും നമ്മുടെ ചെറുക്കനെ കൊണ്ട് കൊടുത്ത് ചെറുക്കൻ നല്ല ആസ്വദിച്ച് കുടിക്കുന്നുണ്ട്. അങ്ങനെ ചായയും കുടിച്ച് ഒച്ചോർത്താനൊക്കെ പറഞ്ഞ് പുറത്തുള്ള സെറ്റിയിൽ ഇരിപ്പുണ്ട് 2 എണ്ണം. ഇപ്പം അവിടെ എന്താണ് നടക്കുന്നത് നമുക്കിനി അടുത്ത സംഭവം കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് രാവിലെ നടന്ന കാര്യങ്ങൾ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് 1.5 എപ്പിസോഡാവാൻ ചാൻസ് ഉണ്ട്. പല നാടകീയ രംഗങ്ങളും നമ്മൾക്ക് കാണാൻ സാധിക്കും ഗൈസ്. ജാഫ്രിക്ക കത്തിക്ക് മൂർച്ച കൂട്ടാൻ വേണ്ടി പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. മിക്കവാറും ഗബ്രി വരുമ്പോൾ ഒരു ചെത്തൽ പരിപാടി കാണും. ഗബ്രിക്ക് വലിയ മാറ്റമൊന്നുമില്ല. നമ്മുടെ പഴയ ഹോർമോൺ കോഴിയൊക്കെ ആയിട്ട് തന്നെയാണ് ഗബ്രി ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഗബ്രി ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ്. എല്ലാവരും ആ ഡ്രസ്സിനെ പറ്റിയാണ് സംസാരിച്ചത്. ഡ്രസ്സിനൊക്കെ വന്നിട്ട് ചോദിക്കടാ, നീ ഇപ്പം ഇങ്ങനെ ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ നീ ഫിനാലേക്ക് എന്ത് ഇടൂടാ? ഉള്ള കാര്യം പറയാം, നല്ല കീഴിലും കോസ്റ്റ്യൂം ആയിരുന്നു കേട്ടോ. ലാലേട്ടൻ്റെ പോലും ഇത്ര നല്ലൊരു കോസ്റ്റ്യൂം ഇതുവരെ കിട്ടിയിട്ടില്ല. അടിപൊളി സൂപ്പറായിരുന്നു. അവനെ ലുക്ക് വൈസ് ഗബ്രി ഒന്ന് തിളങ്ങി കേട്ടാ. ഇതുവരെ ആരൊക്കെ വന്നവരിൽ ഏറ്റവും സൂപ്പർ എൻട്രി നമ്മുടെ ഗബ്രിക്കുട്ടനെ തന്നെ. ഗബ്രിക്കുട്ടൻ്റെ ലുക്ക് അമ്മാതിരി ലുക്ക്. പിന്നെ ഈ ലുക്ക് കണ്ടാൽ പിന്നെ ജാസ്മിൻ എല്ലാവരും മയങ്ങും, സ്വാഭാവികം. പിന്നെ ജാസ്മിൻ ഇച്ചിരി മയങ്ങും കൂടുതലായതിൻ്റെ പേരിൽ അതാണ് അവനെ പറ്റിപ്പോയത്, മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അപ്പോൾ ശരിയെങ്കിൽ ബൈ.